വളരെ പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ. ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിലാണ്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇവിടെ നിന്ന് ഇറങ്ങി പാണക്കാട് ഹാളിൽ പോയി സാദിഖ് അലി തങ്ങളെ കണ്ടതിന് ശേഷം നേരെ പോയത് പഴുതക്കാടേക്കാണ്. രമേശ് ചെന്നിത്തലയുടെ വസതിയിലാണ് ഒരു ബ്രേക്ക് ത്രൂ എന്ന് തന്നെ പറയാൻ കഴിയും. രമേശ് ചെന്നിത്തല ക്യാബിനറ്റിലേക്ക് ഉണ്ടെങ്കിൽ അത് ഏത് വകുപ്പ് എന്ന് ഇപ്പോൾ അന്തിമ ധാരണ അധികം വൈകാതെ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അഭിലാഷ്, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി തിരുവനന്തപുരത്ത് എത്തിയിട്ട് നിയുക്ത മുഖ്യമന്ത്രിയെ കാണുന്നില്ലേ? ഇതുവരെ രണ്ടുപേരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. പക്ഷേ നോക്കൂ, ഈ KC ക്യാമ്പിലുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. PC വിഷ്ണുനാഥും രമേശ് അതുപോലെ തന്നെ സണ്ണി ജോസഫും എത്തിയിരുന്നു. അടൂർ പ്രകാശ് ഇവിടെ എത്തിയതിനു ശേഷം KC ക്യാമ്പിലേക്കാണ് പോയത്. പരസ്പരമുള്ള യാത്രകൾ നടത്തുന്നു. പക്ഷേ KC വേണുഗോപാലും വി.ഡി. സതീശനും ഇതുവരെ മുഖാമുഖം കണ്ടിട്ടില്ല. നമ്മൾ പല ഫ്രെയിമുകളും കണ്ടു. കുഞ്ഞികൃഷ്ണനും അതോടൊപ്പം തന്നെ വി.ഡി. സതീശനും നിൽക്കുന്ന ഫ്രെയിമൊക്കെ നമ്മൾ കണ്ട് അത്ഭുതത്തോടെ കണ്ടു നിന്ന ഫ്രെയിമാണ്. അങ്ങനെ ഒരു ഫ്രെയിം പ്രതീക്ഷിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുമായിട്ടുള്ള ഫ്രെയിമും ഇന്നലത്തെ അത്തരം ഒരു ഫ്രെയിം ആയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ അതിന് കൗതുകമില്ല. ഇന്നലെ പോയി ഒന്ന് കണ്ടു വന്നതാണ് വി.ഡി. ഇനിയിപ്പോൾ ഒരു രണ്ടാമത്തെ ചർച്ച എന്നുള്ള നിലയ്ക്ക് ഇന്നലെ ഇപ്പോൾ ചർച്ച നടത്താൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല രമേശ് ചെന്നിത്തല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും അദ്ദേഹം പ്രതികരിച്ചില്ല. അപ്പോൾ ഇന്നിപ്പോൾ എത്തി ഔദ്യോഗികമായ ചർച്ചയായി തന്നെ അത് നടക്കുന്നു. ഒരു ധാരണ ഇന്ന് അവിടെ ഉണ്ടാകും. അത് ക്യാബിനറ്റിലേക്ക് ക്ഷണിക്കാനാണ്. ഇന്നലെ വി.ഡി. സതീശൻ പറഞ്ഞ ഒരു പ്രയോഗം ഇങ്ങനെയായിരുന്നു: രമേശി കൂടെ ഉണ്ടാകണം, ഇതാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ അതിനുശേഷം അപ്പോൾ ഒരു മറുപടിയും രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഉണ്ടാകുമെന്നോ ഇല്ലെന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇന്നിപ്പോൾ അതിൽ നിന്നൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. കാര്യമായി തന്നെയുള്ള ചർച്ചകൾ RC ക്യാമ്പിൽ നടന്നിട്ടുണ്ട്. വകുപ്പുകളുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പമുള്ള മറ്റാരെങ്കിലും കൂടി പരിഗണിക്കണം എന്നൊരാവശ്യം രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നു. വാഴയ്ക്കൻ്റെ കാര്യമടക്കം KPCC അധ്യക്ഷ സ്ഥാനത്തേക്കും പറയുന്നുണ്ട്. അങ്ങനെ കൃത്യമായി തന്നെയുള്ള ഉപാധികളിലേക്ക് രമേശ് ചെന്നിത്തല കടന്നിട്ടുണ്ട്. അതിന്ന് വിശദമായി തന്നെ ഇപ്പോഴത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും. ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ക്യാബിനറ്റിലേക്ക് ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് രമേശ് ചെന്നിത്തല വകുപ്പിനെ സംബന്ധിച്ച് ഒരു ആശയവിനിമയം നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ വകുപ്പ് സംബന്ധിച്ച് ഒരു ഉറപ്പ് കൂടി കൊടുത്താലായിരിക്കും രമേശ് ചെന്നിത്തല ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഒരു ബ്രേക്ക് ത്രൂ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുകയാണ്. അപ്പോഴും കാണേണ്ട ഒരു കാര്യം, നേരത്തെ അമൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. KC ക്യാമ്പിൽ ഇപ്പോൾ MLA മാരും പ്രധാനപ്പെട്ട നേതാക്കളും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരടക്കമുള്ള നേതാക്കൾ KC ക്യാമ്പിലുണ്ട്. KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് പോകുമെന്ന സൂചന പോലും അവിടെ നിന്ന് ചിലർ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഒരു കൂടിക്കാഴ്ച, ഒരു ചർച്ച നിയുക്ത മുഖ്യമന്ത്രിയും AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും തമ്മിൽ ഉണ്ടാകില്ലേ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ നിന്ന് 6 മിനിസ്റ്റർ ബർത്തുകളാണ് ചോദിക്കുന്നത്. അത് പക്ഷേ ഈ 6 മന്ത്രിസ്ഥാനം ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ഏറ്റവും പ്രമുഖരായ നേതാക്കളുണ്ട് പോലും ആ പട്ടികയിലാണ്. ആ ഗ്രൂപ്പ് പട്ടികയ്ക്ക് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ KC ക്യാമ്പ് എന്ന് പറയുന്ന സംവിധാനത്തിനേക്ക് അപ്പുറത്തേക്ക് അതിന് പുറത്തുള്ള പേരായി വേണമെങ്കിൽ പരിഗണിക്കാം. ഇപ്പോൾ സണ്ണി ജോസഫിന്റെ കാര്യം സ്വാഭാവികമായി വരുന്ന ഒരാളാണ്. മറ്റേ വി.ഡി. സതീശന്റെ പോസ്റ്ററിൽ കണ്ടതുപോലെ നാച്ചുറൽ ചോയ്സ് എന്ന് വരുന്ന ഒരാളാണ് സണ്ണി ജോസഫ്. അങ്ങനെ പ്രമുഖരായ മറ്റു പല ആളുകളുമുണ്ട്. അതോടൊപ്പം 6 പേർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ PC വിഷ്ണുനാഥ് ആയിരിക്കാം, അല്ലെങ്കിൽ AP അനിൽകുമാറും PC വിഷ്ണുനാഥും സണ്ണി ജോസഫ് അടക്കമാണ് 6 പേർ. പിന്നെ ബാക്കി 3 പേരേ ഉള്ളൂ. അതിൽ മാത്യു കുഴൽനാടൻ ഉണ്ടാകുമോ? അതൊരു ചോദ്യമാണ്. മാത്യു കുഴൽനാടൻ ഉണ്ടാകാം, M ലിജു ഉണ്ടാകാം. M ലിജുവും നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാച്ചുറൽ ചോയ്സ് പട്ടികയിൽ പെടുത്താൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ലിജു ഉണ്ടാകാം. പിന്നീട് ആരൊക്കെ എന്നുള്ളതാണ് അവശേഷിക്കുന്ന ചോദ്യം. അതിൽ മാത്യു കുഴൽനാടനെയൊക്കെ എന്താ പറയുന്നത്, KC ക്യാമ്പ് ചേർത്ത് നിർത്തി കൊണ്ടുപോവുകയാണ്. KC ക്യാമ്പിന്റെ മുന്നണി പോരാളിയായി നിന്നതാണ്. ലീഗിന്റെ വരെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു. തീർച്ചയായിട്ടും അതിൽ കാണേണ്ട ഒരു കാര്യം അമൽ, ഇപ്പോൾ വളരെ കോടിയലായിട്ടുള്ള വളരെ സന്തോഷകരമായ ചർച്ചയാണ് രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ നടക്കുന്നതെന്നാണ് ദൃശ്യങ്ങൾ പറയുന്നത്. വളരെ സന്തോഷകരമായ, അല്ലെങ്കിൽ രണ്ടുപേരും വളരെ ഹാപ്പിയാണ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് ഓൾറെഡി ഉണ്ടായിക്കാണ്. കൃത്യമാണ്. ജോസഫ് വാഴയ്ക്കനുണ്ട്, വി.ഡി. സതീശൻ നടുക്കിരിക്കുന്നു. അപ്പുറം ഇപ്പുറയും ജോസഫ് വാഴയ്ക്കന്റെയും രമേശ് ചെന്നിത്തലയും നടുക്ക് ഇരിക്കുന്നു. ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത് അബിൻ വർക്കിയുണ്ട്, ജ്യോതികുമാർ ചാമക്കാലയുണ്ട്, അൻവർ സാദത്തുണ്ട്. അങ്ങനെ 3 പേരും പ്രമുഖരെല്ലാവരും ആ ക്യാമ്പിലെ പ്രമുഖരെല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു മഞ്ഞുരുകി കഴിഞ്ഞു എന്ന് നമ്മൾ വേണമെങ്കിൽ വിചാരിക്കാം. അതിനെ ഔദ്യോഗികമാകേണ്ട കാര്യമുള്ളൂ. എന്തായാലും ഈ വിഷ്വലുകൾ, അതുപോലെ തന്നെ ശരീരഭാഷ, ഇത് വളരെ ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മഞ്ഞുരുക്കം ഉണ്ടായിക്കഴിഞ്ഞു, ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായിക്കഴിഞ്ഞു രമേശിന്റെ മന്ത്രിസഭാ പ്രവേശനത്തിൽ. അങ്ങനെയാണെങ്കിൽ വി.ഡി. സതീശൻ കയ്യിൽ വെക്കാൻ പോകുന്ന വകുപ്പ്, പ്രധാന വകുപ്പ്, മുഖ്യമന്ത്രി പൊതുഭരണ വകുപ്പിനെ കൂടാതെ കൈകാര്യം ചെയ്യാൻ പോകുന്ന വകുപ്പ് ധനവകുപ്പാവാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ ഇപ്പോൾ കാണണം. ധനവകുപ്പും പൊതുഭരണ വകുപ്പും മറ്റ് ചെറിയ വകുപ്പുകളും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ, അതേസമയം ആഭ്യന്തരമന്ത്രി. ഒന്ന് കണ്ടു നോക്കൂ. ഇന്നത്തെ വിഷ്വലാണിത്. ഇന്നത്തെ വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും എടുത്തു കാണിക്കാൻ പറ്റുന്ന വിഷ്വലാണ്. ആ വിഷ്വലിലെ രമേശ് ചെന്നിത്തലയുടെ ചിരി കണ്ടോ? രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും തൊട്ടടുത്തടുത്തിരുന്ന് ചിരിക്കുകയാണെന്ന് മാത്രമല്ല, ചിരിക്കൊക്കെ അപ്പുറത്തേക്ക് വളരെ സൗഹൃദം പങ്കുവയ്ക്കുന്ന 2 ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും മറ്റു നേതാക്കൾ, ഇപ്പോൾ ജോസഫ് വാഴക്കനാണെങ്കിലും ജ്യോതികുമാർ ചാമക്കാലയാണെങ്കിലും വളരെ ഹാപ്പിയാണ്. അതായത് ഒരു സന്തോഷകരമായ പര്യവസാനം ഇവിടെ ഈ RCയുടെ മന്ത്രിസ്ഥാനത്തിൽ ഉണ്ടാവുന്നു. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി തന്നെ വി.ഡി. സതീശന്റെ ക്യാബിനറ്റിലേക്ക് വരാനുള്ള വഴി തുറക്കുകയാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ബാക്കി KC ക്യാമ്പിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യമുണ്ട്. ഒപ്പം KC വേണുഗോപാലും നിയുക്ത മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിക്കുന്ന നമ്മുടെ മനസ്സിലുള്ള ചോദ്യവും.